ശ്രദ്ധിക്കുക, ആരെങ്കിലും ചോറുണ്ണാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ ഡൈനിങ് ഹാളിൽ എത്തേണ്ടതാണ്. എല്ലാം ക്ലോസ് ചെയ്യാണ്. ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഡൈനിങ് ഹാളിൽ എത്തേണ്ടതാണ്. എന്തൊരു മാറാപ്പാണ് ഇത്. ആരാന്നങ്ങോട്ട് വിട്ട് ഇങ്ങോട്ട് നടക്കേ. ആർക്കും മോളൂട്ടിക്ക് ഞാൻ കാണിച്ചേ. മോൾട്ടിയെ ഇവിടെ വാ. എന്തിനാ പിന്നെ വള്ളത്ത് കൂട്ടെ? പിന്നെ പോവാതിരിക്കുവോ? ഞങ്ങൾക്ക് രണ്ടാക്കും ചെരുപ്പ് വാങ്ങി തരാൻ നിങ്ങൾ പറ്റിച്ചില്ലേ? നിങ്ങൾക്ക് വേണ്ട ചെരുപ്പ് ഏതാച്ചാ ഞാൻ വാങ്ങി തരൂലേ. നിങ്ങൾ ഈ ഓട്ടച്ചെരുപ്പ് ആദ്യം ഒഴിവാക്കിയില്ലേ? മാനക്കേട്. നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തന്നാ മതി. ഞങ്ങൾക്ക് ഹലോ, ഹലോ, ഞാൻ അങ്കാടിയിലിരിക്കുക.
ചിന്നത്തി പൊഞ്ചരച്ചിരി കൊത്തിക്കാത്തിരിയേ നാളെ കുഞ്ഞിനമ്മേ ആച്ച ചൊല്ലിതമ്മേ പന്തുകൾ കൊത്തിക്കളി കാതുകൾ കൊത്തിക്കളി എന്ന പോലെ കളിയൂഞ്ഞാൽ തന്നളിനാനമേലെ ചിന്തുവരാന് പാഞ്ഞു പാൻ തേന പോയ കാലമേ വെള്ളത്തരവേ നീ തല്ലുകുതമാന് വെള്ളത്തരമേ നീ തല്ലുകുതമാന്. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. സുഹ്റബത്തോൽ സാക്കിയ റാലിയ സൗണ്ടിയ. അസ്സലാമലൈക്കും. സുഹ്റബത്തോൽ സാക്കിയ റാലിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഗന്ധത്തെരുങ്കുരു ഷറഫുടെ നിധിമതി സന്തോഷ പുന്തിരി ചന്തം മുന്തിരി സുന്ദരി ചന്ദിരി ശോഭി സൂര മുരുൾ കസുറ അഹമ്മദ് ഗുണന്ത സുഗന്ധ വല്ലി ഗന്ധ പുഗന്ധ കല്ലി മിഗന്ധ പൂന്തും ഫാത്തിമത്തെ സുഹറ മച്ചമി ലക്ഷണം വെച്ചൊരു റോജ മിക മിക തീക തീക സഖിയാലിയോജ തരുൾ തരുൾ ബുശ്റാൽ നബി തൻ പൊരുമകൾ സുഹ്റ സുഹ്റ ബത്തോൽ സാക്കിയ റാലിയ. അസ്സലാമലൈക്കും. അമ്പിളിച്ചേരുള്ള അമ്പർ മനമുള്ള ഇമ്പത്തരുണിയാൽ ഭൂസരിബിറായി ആസരപ്പൂവിൻ്റെ അഴകിയും തങ്കപ്പൂ പൂനരിയാസര. ഹലോ. അസ്സലാമലൈക്കും. ലബ്ബൈക പാടുന്ന ജനക്കൊടിയടങ്കലും ഉടയനടുക്കുന്ന ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിലിറങ്ങിക്കൊണ്ടിച്ച പൊതി നടക്കും ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ചു പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദിപത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മഹാബത്തോട് ഒരുത്തനെ തേടി ഇണ്ടാനേ ഇണ്ടാന് ഗുണപൂണ്ടാനേ ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്കലും ഉടനടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിലൊരുങ്ങി കണ്ടിച്ച പൊതി നടക്കും ഉള്ളു തൊടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോത്ത് രസിച്ചു പതിമക്കത്തടത്തിടുന്നേ റബ്ബിൽ ഉദിപത്ത് നടത്തിടുന്നേ കൽവിൽ പെരുത്ത മഹാബത്തോടെ ഒരുത്തനെ തേടി ഇണ്ടാനേ ഗുണപൂണ്ടാനേ പല ദേശം പല ഭാഷ പല വിഷമവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമിവിടം പല ദേശം പല ഭാഷ പല വിഷമവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമിവിടം അഖിലൊരു ഹല്ലില്ലോ വിളിച്ചറ വിളിക്കത് അതിർപദം തൽബിയതിൻ വചനങ്ങൾ ഉരുവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനേ ലബ്ബൈക പാടുന്നു ജനക്കൊടിയടുങ്കലും ഉടനടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ വൃത്തത്തിലിറങ്ങിക്കൊണ്ട് ജപതി നടക്കും ഉള്ളു തൊടിച്ചു കൊതിച്ചു വിളിച്ച് ഇച്ചു മതിച്ചുടനോർത്ത് രസിച്ചു പതിമക്കത്തടത്തിടുന്നേ റബ്ബിൽ ഉദിപത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനേ സഫ മർവ കിടക്കൽ സഹിയുകൾ നടത്തി സ്മരണയിൽ ഹജറും മകനുമായി വന്നെത്തി സഫ മർവ കിടക്കൽ സഹിയുകൾ നടത്തി സ്മരണയിൽ ഹജറും മകനുമായി വന്നെത്തി. അസ്സലാമു അലൈക്കും.
ഹലോ അസ്സലാമലൈക്കും. കാട്ടുകുള്ള പാട്ട് സത്തം കേൾക്കുതേ, വാനമെട്ട കൂത്തായി വാടുതേ. യേശു പിറന്താ എൻ്റെ ദൂതം പാടിയേ വാനം മകിഴുതേ. ചിന്ന ചിന്ന പൂവേ സിംഗാരപ്പൂവേ ഉന്നെ അല്ലേ അടിപ്പേനോ പല ഉന്നെ അല്ലേ അടിപ്പേനാൽ അൻപന്ത മലയിലെ അകിരങ്ങൾ നനയവേ അതിരൂപത്തോണ്ടി നാനേ വായ്ക്കോലിൽ മേലൊരു വൈരമായി വന്നവൻ നിന്നാണേ. താങ്ക് യു. അങ്ങ് വാനക്കൂണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചോര തന്മുയൽ. ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിന്നിയലിടും അമ്പിളി കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലാവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാൾ ചേലുട്ടും വെറ്റില ചെല്ലത്തിലോ. മൂടിയ പാടെ മൂടും അത്രയും വെറ്റില തിന്നു വെക്കാൻ കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലി മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്
بدر قد دينا حبنا هبنا شق دوما خير خلق الله طه روح فينا نور النار القونا بدر قد دينا جاعل كل العالمين رسولا فاح قلوب طيبا يا هاديا لله ولد بعجب خلق بشرف صلي عليه دماما في مده حبيبي كل شفاء كل نجاة فاز من سلك نهجه سيد رسول الله نور النار القونا بدر قد دينا يا سيدي عند الإله مكرما حسن الله عليك قرآنا تعظيما يجعل العرش والكرسي عند ولادة طه قد طال شوقي للنبي حسن مقام العز الدين حسن مقام العز الدين نور النار القونا بدر قد دينا حبنا هبنا شق دوما خير خلق الله طهروه فينا نور النار القونا بدر قد دينا نور النار القونا بدر قد دينا മാണിക്യമലരായ പൂവി മെഹദിയാം ഖദീജ ബീവി മക്കയെന്നാൽ പുണ്യനാട്ടിൽ വിലസിടും നാരി ഹാത്തിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചേ മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്നാൽ പുണ്യനാട്ടിൽ വിലസിടും നാരി കച്ചവടം കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന് കല്യാണാലോചനയ്ക്ക് തൂങ്ങുന്നേ മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്നാൽ പുണ്യനാട്ടിൽ വിലസിടും നാരി ഗുഡ് ആഫ്റ്റർനൂൺ നാടിൻ്റെ മകന പൊന്മകന മുത്തായവന വിണ്ണും സൂര്യകനും ചന്ദ്രികനും വന്നവന കാലം കാട്ടുവച്ച രക്ഷകന സിംഹരകന ഞങ്ങൾ തന്നെ നായി വന്നവന് ഭയമേ മാറിപ്പോമി എണ്ണന്തമ വന്നിൽ തൊന്നില്ല ഇരുട്ടി സിറ്റി പാടും രാജാവോട്ട് അല്ലാരും ഓട്ടോ
2 a pen, auto spent. Little any total, little 1 a penny, 2 a penny, auto spent. വിളിച്ചിലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പോ മുത്ത് ഹജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പോ തൂനരി ഹജറ അമ്പിളിച്ചിലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പോ മുത്ത് ഹജറ ദോദരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പോ തോന്നരി ഹജറ സമ്പൂർണ്ണദിനിൽ തിളങ്ങുമി ഹജറ ത്യാഗങ്ങളേറെ സഹിച്ചു വിഹജറ സമ്പൂർണ്ണദിനിൽ തിളങ്ങുമി ഹജറ ത്യാഗങ്ങളേറെ സഹിച്ചു വിഹജറ ഹരുങ്കൂത്തുന്ന പൂമങ്ക ഹജറ അഹദായ നാഥനെ സ്നേഹിച്ചു ഹാജർ സംസാരിച്ച Johnny, Johnny, Papa, it is sugar, Papa, apple mother. അങ്ങ് വാനക്കോണില് മിന്നി നിന്നുരൻപിളി അൻപിളി കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അൻപിളി കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനിന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമാൻ താനെ വലിഞ്ഞു കയറി തുരുത്ത് എങ്ങു പതുങ്ങിയല്ലോ താര കൊള്ളുത്തുള്ളൊരാൾ ചെല്ലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പടമൂടും അത്രയോ വെറ്റിലയിട്ടു വയ്ക്കാൻ കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉറങ്ങ് 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 അസ്സലാമു അലൈക്കും അമ്പിളിച്ചേരുള്ള അമ്പർമണമുള്ള ഇമ്പർ തരുണിയാൽ പൂമുത്ത് ഹാജറ ദൂതരിബ്രായി ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹാജറ അമ്പിളിച്ചേരുള്ള
ത്യാഗങ്ങളേറെ സഹിച്ചു ഹാജറ. അല്ലാ അല്ലാ അല്ലാഹു അമ്പിളിച്ചേരുള്ള ഇമ്പർമയവുള്ള അമ്പത്തരുളില്ല പൂമുത്തെ അജറ ദൂവരിബുറായി ആജറ പൂവിൻ്റെ അയകിലെ തങ്കപ്പൂ പൂമാരി അജറ. ഉണ്ടനു മിഷ്കാത്ത് പാരിക്കുന്നന്തിടെ ഹുറുന്നിസാവരാം പരിശാനതും വടിവാൾ പുകൾ മാം വിളമ്പിടലാം അവരന്തരമേലുള്ള ചന്ദിരനുക്കതിരോനിലും തെളിവായ്. മക്കാപുരിയാവേ ആഘോഷരാവേ മഹിമാർ കുറേശേ കല്യാണരാവ്. മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാർ കുറേശിൽ കല്യാണരാവ്. മെഹബൂബ് നൂറുൽ അമീനോരേ രാവ്. മെഹബൂബ് നൂറുൽ അമീനോരേ രാവ്. മുഹബത്തിൻ ബീവി താഹിറായി വിളങ്ങും രാവ്. മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാർ കുറേശിൽ കല്യാണരാവ്. രജബി ഖദീജത്തുങ്കൽ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുളെന്നെ പുണർന്ന്. രജബി ഖദീജത്തുങ്കൽ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുളെന്നെ പുണർന്ന്. അജബാറാണി വിണ്ണും മരുതും ഏറെ ചന്തം അടരാടീന്ത മസിൽ നെറുവിന്നൂറു ചിന്തും ശരഫാം തിരുക്കിരുപ്പാമിവൾ ഭാഗ്യ വസന്തം പോകി സുഗന്ധം പാകി വസന്തം പോകി സുഗന്ധം. മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാർ കുറേശിൽ കല്യാണരാവ്. മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാർ കുറേശിൽ കല്യാണരാവ്. നമ്മുടെ യുവജന വിഭാഗത്തിൻ്റെ ഭാരവാഹികൾ എത്രയും പെട്ടെന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പരിപാടി വെറുതെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. യുവജന വിഭാഗത്തിൻ്റെ ഭാരവാഹികൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത സെക്ഷൻ ആരംഭിക്കേണ്ടതുണ്ട്. ഭാരവാഹികൾ മുഴുവൻ പേരും എല്ലാ ഭാഗത്തു നിന്നുള്ളവരും എത്രയും പെട്ടെന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിലെത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു.
വെള്ളവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങു പതുങ്ങിയല്ലോ. തള കൊടുത്തുള്ളൊരാൾ ചേലക്കും വെച്ചില ചൊല്ലത്തിലോ. ഭൂമിയുടെ പാടെ മൂടും അത്രയും വെച്ചിലയിട്ടു വെക്കാം കുഞ്ഞ് വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപ്പോണ്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. നീ നടന്നു പോകുമാ നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരി നീ. എതിരെ നിന്നതേതുമേ താരയങ്ങു നീട്ടുവ ചാലുതീർത്തുമെത്തുമേ നീയൊഴുക്കുകൾ. തൊട്ട് താലോടിക്കൊണ്ട് കാറ്റിലെ നമ്പരം ചിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. കൂടുന്നീ തെറ്റകറ്റാൻ നീ എന്നും മുന്നിൽ തേടുണരും. നീ എന്നാ വിത്തെടുത്ത് മണ്ണൊരു നാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപ്പോത്ത് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് നിന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. മതി. ரஜபி ஹதீஜத்துங்கள் கனவாலேறி வந்து ரஹ்மத்தொளிவாயிலெங்கும் அருணன்னே புணர்ந்து. ரஜபி ஹதீஜத்துங்கள் கனவாலேறி வந்து ரஹ்மத்தொளிவாயிலெங்கும் அருணன்னே புணர்ந்து. அஜபாராணி வீண்டும் மருளும் மேரி சந்தம் അടരാടി തപസ്സിൽ നറുവിന്നൂറു ചിന്തും ശരഫാം തിരുകിരഫാം ഇവൾ പാകി വസന്തം തൂകി സുഗന്ധം പാകി വസന്തം തൂകി സുഗന്ധം. രജബി ഹദീജത്തുങ്ങൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്കും അരുണന്നെ പുണർന്ന്. മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ്. മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ്. മെഹബൂബ് നൂറുൽ അമീനോരേ രാവ്. മെഹബൂബ് നൂറുൽ അമീനോരേ രാവ്. മുഹബത്തിൻ ബീവി ത്വാഹിറ വിളങ്ങും രാവ്. മക്കാപുരി ആഘോഷരാവ് മഹിമ ഖുറൈശിയിൽ കല്യാണരാവ്. ഉണ്ടേനു മിഷ്കാത്ത് ബാരിക്കൽ ബന്ദിടെ ഹൂറുന്നിസാവരാം. പരിശാനതും പടിവാൽ പുകമാം വിളമ്പിടലായി അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ. ഉണ്ടേനു മിഷ്കാത്ത് ബാരിക്കൽ ബന്ദിടെ ഹൂറുന്നിസാവരാം. പരിശാനതും പടിവാൽ പുകമാം വിളമ്പിടലായി അവർ അന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട CK ഫാമിലി അംഗങ്ങളെ,
ഞാനൊരു പ്രാസംഗികനോ ഒന്നുമില്ല കേട്ടോ, അത് കണ്ട് ആരും ഇനി കൂടുതൽ പ്രസംഗിക്കുന്നൊന്നുമില്ല. എന്നിരുന്നാലും 2012 സ്റ്റാർട്ട് ചെയ്ത നമ്മൾ സംഗമം 2024 ആയപ്പോഴേക്കും 7 സംഗമം നടത്തി. ഈ ഓരോ സംഗമത്തിൻ്റെയും വ്യാപ്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച നമ്മളെ മാഷ്, അതുപോലെ തന്നെ കുറേ അണികളും കുറേ ആളുകളുണ്ട്. നമുക്ക് ഒരു സംഗമം നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ മാഷ് ആദ്യം ഒരു കോൾ ചെയ്യണം, എന്നാലും നമുക്ക് സംഘത്തിന് നമ്മൾ മുന്നോട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ സംഗമത്തിൻ്റെ മുന്നോടിയുള്ള മീറ്റിംഗ് കൂടുമ്പോൾ ഇതുവരെ നടത്തിയ സംഗമത്തിന് എല്ലാം കാണുന്ന ഒരേ മോറ, ഒരു മോശമായ ഒന്നും മാറ്റങ്ങളോ ഒന്നുമില്ല. ഈ പോക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സംഗമത്തിന് കോട്ടങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഇത്രയും ആളുകൾ നല്ല യൂത്തന്മാരായ കഴിവ് തെളിച്ച ചെക്കന്മാർ ഇനിയുള്ള അടുത്ത ഒരു പുതിയൊരു കമ്മിറ്റിയിലേക്ക് കയറി വരണം. അങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മൾ സംഗമത്തിൻ്റെ ഒരു വോളിയം, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, കരുത്ത് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. എന്നിൽ അർപ്പിതമായ സബ്ജക്റ്റ് സ്വാഗതം നേരുക എന്നുള്ളതാണ്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം നേർന്നുകൊണ്ട് ഈ ഒരു സംഗമം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. യുവജന വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സെയ്ദു മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കൊച്ചു അനിയന്മാരെ, അനിയത്തിമാരെ, നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ സംഗമത്തിലാണ് നമ്മളുള്ളത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 7ാമത് ചെവടിക്കുന്നൻ കുടുംബത്തിൻ്റെ വലിയ ഒരു സംഗമമാണിത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും കുടുംബ ബന്ധങ്ങൾ പുലർത്തുകയും ഒക്കെ ചെയ്തു. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന സെഷൻ യൂത്തിനെ കുറിച്ച്, യൂത്ത് നമ്മോട് എന്തൊക്കെയാണ് സംവദിക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ്. ഈ വിഷയത്തിൻ്റെ മുന്നോടിയായി ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട 5-6 പോയിന്റുകളെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് നേരത്തെ എൻ അബ്ദുൽ മുസ്ലിയാർ ചേറൂർ നമ്മുടെ മുന്നിലിട്ടിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ മദ്രസകളിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിച്ചത്. സൂറത്ത് ഫാത്തിഹ പഠിച്ചത് മദ്രസയിൽ നിന്നാണ്. നമ്മൾ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പുതുതായി നാം നേടുന്നതെല്ലാം നമ്മൾ പഠിച്ചത് ഇതുപോലുള്ള സ്കൂളുകളും മദ്രസകളും തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു ഉയരുന്നത്. ഇതൊരു അക്കാഡമിക്കൽ വിവരമാണ് എന്ന് പറഞ്ഞാൽ സ്കൂൾ മദ്രസയിൽ നിന്നുള്ള കിട്ടുന്ന പഠനമാണ്. അവസാനം ആ വർഷം കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, നമ്മൾ ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എൻ്റെ ഉപ്പമാരോടും എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എവിടെ നിന്നാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല പാരൻ്റ് ആവുക, നല്ല പിതാവാവുക, നല്ല ഉമ്മയാവുക എന്നത് നാം പഠിച്ചത്? നേരത്തെ ഉസ്താദ് രാവിലെ
വലിയൊരു ചോദ്യം തന്നെയാണ് നമ്മോട് ഇട്ടത്. നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചത്? വിവാഹത്തിന് മുന്നെയോ അതിന് ശേഷമോ? നമുക്കിതുപോലെ ഒരു ക്ലാസ് ഒന്നുമില്ല. നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചത്? നമ്മളുടെ രക്ഷിതാക്കളിൽ നിന്നായിരിക്കും. സ്വാഭാവികമായിട്ടും അതിൽ പലതും തെറ്റും ശരിയുമുണ്ടാകും. അന്ന് നമ്മുടെ രക്ഷിതാക്കൾ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നത്. പക്ഷെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾ വളർത്തിയതുപോലുള്ള ഒരു സിറ്റുവേഷൻ അല്ല, സാഹചര്യമല്ല ഇന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കുട്ടികളെ വളർത്തുന്നതിനനുസരിച്ച്, ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ അല്ല നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല, പഠിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്നാണ് നമ്മുടെ കുട്ടികളോട് എന്നും നമ്മൾ പറയുന്ന കാര്യം, നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കരുത്, എൻ്റെ മൊബൈൽ ഫോൺ എടുക്കരുതെന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്. പക്ഷേ അവർ വീണ്ടും അതെടുക്കും, കുറേ സമയം അവരതിൽ ചെലവഴിക്കും. നമുക്കത് പറയാൻ കഴിയില്ല. എങ്ങനെ അത് എടുക്കരുതെന്ന് 100% റിസ്ട്രിക്റ്റ് ചെയ്ത് നിർബന്ധിച്ച് നമ്മൾ മറച്ചു വെച്ചേക്കാനൊന്നും നമുക്ക് കഴിയില്ല. നമ്മളെ പാസ്വേഡ് എങ്ങനെയെങ്കിലും അവരെടുക്കും, എന്നിട്ട് വീണ്ടും അവർ മൊബൈൽ ഫോൺ എടുക്കും. കാരണം അവർ ജനിച്ച സിറ്റുവേഷൻ വേറെയാണ്, അവർ ജനിച്ച സമയം വേറെയാണ്, അവർ വളരുന്ന സമയം വേറെയാണ്, അവരുടെ വളർച്ചയുടെ രീതിയും ഭക്ഷണവും അവരുടെ ജീവിത സാഹചര്യവും എല്ലാം വേറെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഉസ്താദ് പറഞ്ഞതിന് ബാക്കിയായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഒരുപാട് മാറേണ്ടതില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട്. പാരന്റിങ് എന്നുള്ള വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കല്യാണം കഴിക്കുന്ന ഒരാൾ, ഉമ്മയായ ഒരാൾ, ഉപ്പയായ ഒരാൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അത് പാരന്റിങ് ആണ്. എങ്ങനെ നല്ല പാരന്റ് ആവണം, എങ്ങനെ നല്ല ഉമ്മയാകണം, എങ്ങനെ നല്ല ഉപ്പയാവണം എന്ന് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ടേ നമുക്ക് കാര്യമുള്ളൂ. അതിനാവശ്യമായ ഒരു 5-6 പോയിന്റ്സ് തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തുടർന്നും ഇൻഷാ അള്ളാഹ് ഇതുപോലുള്ള സംഗമങ്ങൾ, നമ്മുടെ ചെവിടിക്കുന്നം കുടുംബത്തിൻ്റെ ഒരു സംഗമം മാത്രമാണിത്, ഇതിൽ എല്ലാവരും പങ്കെടുത്തിട്ടൊന്നുമില്ല. എന്നാൽ പോലും ഈ ഓഡിറ്റോറിയമോ ഈ ക്യാൻറ്റീനോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമോ ഇതൊന്നും നമുക്ക് മതിയാവില്ല. അത്രയും വലിയ ഒരു കുടുംബം, അത്രയും ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന വിശാലമായി മലബാറിൻ്റെ ഏരിയയിൽ നിരന്നു കിടക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയർമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്, മദ്രസ അധ്യാപകരുണ്ട്, തുടങ്ങി ഒരുപാട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളുള്ള ഒരു കുടുംബത്തിൻ്റെ ആളുകൾ. നമ്മൾ വെറും സമ്മേളനം നടത്തിയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയ പോരാ. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ വളരണം, ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള കഴിവുള്ള മക്കളായി നമ്മുടെ മക്കൾ എങ്ങനെ വളരണമെന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന്, ഈ തലമുറയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിനുള്ള ഒരു സംഗമമാണ് യൂത്ത് ഇവിടെ ഇൻഷാ അള്ളാഹ് നടത്താൻ പോകുന്നത്. പുതിയ കമ്മിറ്റികൾ വരണം, പുതിയ ആളുകളിലേക്ക് എത്തണം. നമ്മുടെ കുട്ടികൾക്കും നമ്മൾക്കും ഒരുപാട് പുരോഗതിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യമായ പാരൻറ്റിങ്ങിന് ആവശ്യമായ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അറിയുന്ന ആളുകൾ മൊബൈലിൽ നോട്ട്സ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പിൽ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ എഴുതി വെക്കാം. നോട്ട്സ് എന്നാണത്. നമ്മളെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയാൽ അതിൽ കാണാം നോട്ട്സ് എന്നുള്ള ഒരു നോട്ട്ബുക്ക് പോലെ ഒരു സാധനം എഴുതി വെക്കാൻ പറ്റുന്നത്. അതൊക്കെ നമുക്ക് വേണം. കുട്ടികൾ പീടികയിലേക്ക് പോകുമ്പോൾ ഒരു കടലാസിൽ മലയാളത്തിൽ പകുതി എഴുതിയതും എഴുതാത്തതുമായ സാധനങ്ങളല്ല. കുട്ടികളെ കയ്യിൽ മൊബൈലുണ്ടാവും, മൊബൈലിൽ എഴുതാൻ പറയണം, അത് എഴുതിയേക്കടാ എന്ന് പറഞ്ഞിട്ട് ആ നോട്ട്സിൽ എഴുതി വെക്കണം. എന്നത് മല്ലി, ശർക്കര, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അപ്പം അങ്ങനെ ആപ്പ് ഉള്ള ആളുകൾ ഈ പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കണം. അല്ലാത്തവർക്ക് ഇതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാവും, ആ റെക്കോർഡിങ്ങുകളിൽ കേൾക്കണം. അതും കഴിയാത്ത ആളുകൾക്ക് ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ തുടർ പ്രോഗ്രാമുകളായിട്ട് നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്നറിയോ? ലിസൺ ടു ദ ചിൽഡ്രൻ എന്നാണ്. അഥവാ നമ്മുടെ കുട്ടികളെ നമ്മൾ കേൾക്കുക. നമ്മളുടെ മക്കൾ നമ്മോട് പറയുന്നത് നമ്മൾ കേട്ടിരിക്കണം. നമ്മളെ മക്കൾ പറയുന്നത് നമ്മളല്ലേ കേൾക്കാനുള്ളത്. അവർക്ക് നമ്മൾ ചെവിട് കൊടുത്തേ പറ്റൂ. എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ഇങ്ങോട്ട് വരല്ലേ, ഇവിടെ ഒഴിവില്ല, എനിക്ക് സമയമില്ല, എനിക്ക് അവിടെ കിച്ചണിൽ വേറെ പണിയുണ്ട്, എനിക്ക് എൻ്റെ ജോലി കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തിരക്ക് പിടിക്കേണ്ടവരല്ല. നമ്മൾ ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അത് നമ്മുടെ മക്കളുടേതാവണം. എഴുതി വെക്കണം നമ്മുടെ മനസ്സിലത്.
നമ്മളാണ് നമ്മുടെ മക്കളെ കേൾക്കേണ്ടത്. അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും. അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പറയുന്ന ഒരുപാട് കഥകൾ കേൾക്കേണ്ടവർ നമ്മളാണ്. നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കണം. അവരിൽ നിന്ന് നമ്മൾ കേട്ട് ക്ഷമയോടെ കേൾക്കണം. അത് ക്ഷമയോടെ നമ്മൾ കേട്ടാൽ എന്താ അതിൻ്റെ ഗുണം? ഈ മക്കൾ നമ്മളുടെമായിട്ടുള്ള ബന്ധം വളരെ കൂടും. അവർ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, സന്തോഷമല്ലേ, ആ സന്തോഷം വീടിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ കഴിയണം. ഒരിക്കലും നമ്മുടെ പെൺമക്കളോടോ ഒരിക്കലും നമ്മുടെ ആ മക്കളോടോ എനിക്ക് കേൾക്കാൻ സമയമില്ല, ഇത് ഇപ്പം ഉണ്ടാക്ക്, നീ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമയം അവർക്ക് കൊടുത്തേ പറ്റൂ. അവർ കേൾക്കണം. അവരെത്ര മുതിർന്നവരാണെങ്കിലും, അവരെത്ര വലുതായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും, വയസ്സുകൊണ്ട് അവരെത്ര മുതിർന്നാലും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമ്മളെ ഈ ഭൂമിയിലുള്ളൂ എന്ന് ഓരോ അച്ഛനും ഓരോ പിതാവും ഓരോ അമ്മയും ഓരോ ഉമ്മയും കേൾക്കണം, മനസ്സിലാക്കണം. ഒരു പോയിന്റ് അതാണ്. നമ്മൾ മാറണം. നമ്മൾ എൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ എഴുതി വെച്ച് നമ്മൾ മാറണം. ഒന്ന്, നമ്മുടെ കുട്ടികളെ കേൾക്കാൻ നാം സമയം കാണണം, കേൾക്കണം. മറ്റൊന്ന്, ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ അവരോട് ചോദിക്കണം. അവരെക്കുറിച്ച്, അവരുടെ സ്കൂളിലെ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് അവരോട് നമ്മളങ്ങ് ചോദിക്കുക. എങ്ങനെ വേങ്ങരയിലേക്ക് എങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാം? നമ്മൾ കുട്ടികളോട് ചോദിക്കുക, എങ്ങനെ ഇവിടുന്ന് വേങ്ങരക്ക് പോവാം? അപ്പം അവനിങ്ങനെ പറഞ്ഞു തരും. അവൻ്റെ ഒരു വിഷയം തീർക്കാൻ നമുക്കത് അറിയില്ല എന്നിരിക്കും. പക്ഷേ അറിഞ്ഞാലും നാം അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അതൊരു അംഗീകാരമാണ്. ഈ അംഗീകാരം നമ്മൾ 10, 60, 70 വയസ്സ് പ്രായമുള്ള കാരണന്മാർക്ക് കൊടുക്കും. കാരണന്മാരോട് ചെന്ന് കാട്ടി ചോദിക്കും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അവർക്കുള്ള അംഗീകാരമാണ്. അത് ചോദിക്കണം, ചോദിക്കേണ്ടെന്നല്ല. പക്ഷേ അതുപോലെ പ്രാധാന്യമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അവരോട് ചോദിക്കണം, എന്തൊക്കെയുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ വീട്ടിൽ സൽക്കാരം നടത്തുമ്പോൾ ചോദിക്കണം, എന്താണ് ഭക്ഷണം വേണ്ടത്? ചെറിയ മോനായിക്കോട്ടെ, അവനെന്താ വേണ്ടത്? അപ്പോൾ അവൻ പറയുന്നത് ചിക്കൻ പൊരിച്ചത് വേണം, ബീഫ് വേണം, അതല്ലെങ്കിൽ മന്തി വേണം, ബിരിയാണി വേണം. അങ്ങനെ കുറേ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ പറയും അവൻ്റെ ഓപ്ഷൻ ആയിക്കോട്ടെ, എനക്കത് ഇതാണ് ഇഷ്ടമെങ്കിൽ ഇതാണ് ഇന്നത്തെ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ്റെ അഭിപ്രായം നാം സ്വീകരിക്കുക. അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തി അവസാനം നമ്മളെ അവനെയും കൂടി പരിഗണിച്ചു, അവളെയും കൂടി പരിഗണിച്ചു എന്ന അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ നടപ്പിലാക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു, ലിസൺ ടു ദ ചിൽഡ്രൻ, നമ്മുടെ കുട്ടികളെ കേൾക്കുക. മറ്റൊന്ന്, നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ തന്നെ എനർജൈസ് ചെയ്യുക. ഓക്കെ. മൂന്നാമത്തെ ഒന്ന്, നമ്മുടെ കുട്ടികൾ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. നമ്മൾ വീട്ടിലെ കിച്ചണിൻ്റെ ടൈൽസ് മാറ്റണം എന്ന് വിചാരിക്കാം, കുട്ടികളോട് നമ്മൾ അഭിപ്രായം ഒന്ന് ചോദിക്കാം. വീടിൻ്റെ പെയിൻറ്റിങ് ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കാം, അവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കാം. അത് എത്ര മുതിർന്നവരാവട്ടെ എത്ര ചെറിയവരാവട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനം. ഇങ്ങനെ ഒരു ചർച്ച വീടിൻ്റെ അകത്തളത്തിൽ ഉണ്ടാവണം. നമ്മളെ വീടല്ലേ, ഞാൻ ചെയ്യുന്നതിന് അവർ സ്വീകരിക്കുമല്ലോ എന്നൊന്നും പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. നമ്മളെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറിയ മക്കളായിരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് കുട്ടികൾ മാറിയിരിക്കുന്നു, ലോകം മാറിയിരിക്കുന്നു. ഞാൻ കുറച്ച് നേരത്തെ AI ഉപയോഗിച്ചിട്ട് ചെവിടിക്കുന്ന കുടുംബത്തെക്കുറിച്ച് ഞാൻ നമ്മളെ ചാറ്റ് GPT ചോദിച്ചു, എന്താണ് ചെവിടിക്കുന്ന ഫാമിലിയെക്കുറിച്ച്. അപ്പോൾ അതിൽ കണ്ടത് ഇത് മലബാറിലെ പുരാതനമായ നായർ കുടുംബമാണ് എന്നാണ് അതിലുള്ളത്. കാരണം അതിൽ അപ്ലോഡ് ചെയ്തതാണ് അതിലുണ്ടാവുക. അപ്പോൾ അവർ പറയുന്നില്ല 16-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. 16-ാം നൂറ്റാണ്ട് വരെ ഉള്ള ഇവിടെ നിന്ന് 400 കൊല്ലം വരെയുള്ള ചരിത്രം നമ്മളെ കയ്യിലുണ്ട്. പ്രൂഫ് അടക്കം നമ്മളെ കയ്യിലുണ്ട്. 400-ന് അങ്ങോട്ടില്ലാത്തതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ചാറ്റ് GPT ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്ന മക്കളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ചാറ്റ് GPT എന്താണെന്ന് അറിയാത്ത ആളുകൾ നമ്മൾ കൂട്ടത്തിലുണ്ടാവും. ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് എന്താവശ്യമുണ്ടോ അത് നമ്മളതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അല്ലാണ്ട് തരും, ഇന്നതൊക്കെയാണ് വേണ്ടത്. യാതൊരു പേടിയനില്ല. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്താണ് നമ്മളെ മക്കളുള്ളത്. നിങ്ങളെ കുട്ടികൾക്ക് ഒരു അസൈൻമെൻറ്റ് ചെയ്യണം സ്കൂളിലേക്ക്, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടൂലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഉത്തരം ഓല് തരും. ഒരു പേടിയില്ല. ഇൻ്റർനെറ്റിനേക്കാളും ഇൻ്റർനെറ്റാണിത്, പക്ഷേ സാധാരണ നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുന്നതിനേക്കാളും എത്രയോ ആപ്റ്റായിട്ടുള്ള സുന്ദരമായ കൃത്യമായ റിപ്ലൈ നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനമുള്ള ലോകത്താണ് നമ്മളെ കുട്ടികളെ വളർത്തേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവർക്കും പ്രാധാന്യം കൊടുക്കണം. അവർക്കും പ്രാധാന്യം കൊടുത്തേ പറ്റൂ. നാലാമത്തെ ഒരു പോയിന്റ്, നമ്മൾ
എന്ന് പറയാൻ പഠിപ്പിക്കുക. എങ്ങനെ? എല്ലാത്തിനും നമ്മൾ അംഗീകരിക്കില്ല. കുട്ടികളെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് തന്നെ ഇതുമൊക്കെ എല്ലാം ഉമ്മച്ചി പറയുന്നത് പോലെ അല്ലെങ്കിൽ ഉപ്പച്ചി പറയുന്നത് പോലെ എന്ന ഒരു രീതി ശരിയല്ല. ചിലത് അവരുടെ അഭിപ്രായങ്ങളുണ്ടാവും, അവർക്ക് നോ പറയാനുള്ള അവസരം ഉണ്ടാവും, അതുണ്ടാവണം. അത് പഠിപ്പിക്കണം നമ്മളെ. കാരണം അവരുടെ ജീവിതത്തിൽ പല സമയത്തും ഇതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയേണ്ടി വരും. ജീവിതത്തിൽ അത് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നകത്ത് തന്നെ കഴിയാത്ത കാര്യം കഴിയില്ല, കഴിയാത്ത കാര്യം കഴിയില്ല എന്ന് പറയാൻ ഒരു മടി വേണ്ട. അതിൽ ചില ആളുകൾക്ക് വിമ്മിഷ്ട തുടക്കത്തിലുണ്ടാവും, ആരായാലും ഉണ്ടാവും. പക്ഷേ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ തന്നെ നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. കഴിയാത്ത കാര്യം, സർ എനിക്കത് കഴിയില്ല, ഇന്ന് കഴിയില്ല, നാളെ ചെയ്യാം, ഇന്ന് കഴിയില്ല, ഞാൻ ശ്രമിക്കാം, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനും യെസ് ഇങ്ങനെ തലയാട്ടി പോരുന്നതല്ല സംസ്കാരം വേണ്ടത്. നമുക്ക് വേണ്ടത് കഴിയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കത് കഴിയും, ചെയ്യണം. നമ്മളെല്ലാ സഹായം കൊടുക്കണം എല്ലാ കാര്യത്തിലും. ഒരു കാര്യം ഒന്നോ രണ്ടോ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ജീവിതത്തിൻ്റെ ആവശ്യമായ പാരൻറ്റിങ് എന്ന രംഗത്ത് നമ്മൾ പഠിക്കേണ്ട, നമ്മളെ മക്കളെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട, ചെയ്ത് പഠിപ്പിക്കേണ്ട, കാണിച്ചു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്. അപ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കണം. നോ, കഴിയാത്ത കാര്യങ്ങൾ നോ എന്ന് പറയാൻ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നോ, ഇത് ചെയ്യരുത് എന്ന് പറയാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളെ മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യരുത്. മറ്റു കുട്ടികളായിട്ട് ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യില്ല. അത് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എൻ്റെ മകൻ എൻ്റെ പ്രൊഡക്റ്റാണ്, അത് എൻ്റെ ജീനാണ്. എനിക്കുള്ള കഴിവേ ആ കുട്ടിക്കുണ്ടാവും. അത് അയൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവന് 100ൽ 90 മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, എൻ്റെ മകന് കിട്ടിയത് 100ൽ 60 ആണല്ലോ, അത് കണ്ടില്ല, നീ അവനെ നോക്കിയിട്ട് പഠിക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അനിയൻ്റെ മകൾക്ക് ഇത്ര മാർക്ക് കിട്ടി, എൻ്റെ മകൾക്ക് ഇത്ര മാർക്ക് കിട്ടി എന്ന ഒരു കമ്പാരിസൺ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. അപ്പോൾ ആ കുട്ടികൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അവരെ മാനസികമായി പീഡിപ്പിക്കാൻ പാടുള്ളതെല്ലാം അങ്ങനെ ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ കുട്ടിക്ക് നമ്മുടെ ഒരു കഴിവുണ്ട്, നമ്മുടെ കുട്ടികൾക്കുള്ള കഴിവ് മറ്റു കുട്ടികൾക്കുണ്ടാവില്ല, മറ്റുള്ള കുട്ടികൾക്ക് കഴിവ് നമുക്കുണ്ടാവില്ല, അത് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ അവരെ കമ്പയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവാൻ പാടില്ല. ഇനി 6ാമത്തെ ഒരു പോയിന്റ്, അത് നമ്മളെ പിതാക്കളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അഥവാ നമ്മൾ കുറച്ചൊക്കെ സമയം നമ്മുടെ കുട്ടികളെ കൂടെ ചെലവഴിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്താണെന്നറിയും? അത് നമ്മളെ മക്കളാണ്. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് മക്കളാണ്, അതിലൊരു സംശയവുമില്ല. നമ്മൾ കുറേ സമയം മറ്റ് ബിസിനസ്സിൽ നമ്മൾ ചെലവഴിച്ച് ഒരുപാട് ബിസിനസ്സിൽ വമ്പൻ വിജയം ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിന് വീട്ടിലെ ചിലവ് നയിക്കാൻ ഒരു 10,000, 30,000, 40,000 രൂപ ചിലവ് വരും. അത് കഴിഞ്ഞ് അതിൻ്റെ എക്സ്ട്രാ വരുന്ന എമൗണ്ടുകളൊക്കെ അതൊക്കെ മറ്റാരെങ്കിലൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് വാങ്ങിപ്പോവും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലൊക്കെ രൂപത്തിൽ ചിലവഴിക്കും. നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിന് ആവശ്യമായ എമൗണ്ടിന് അപ്പുറത്തുള്ളതൊക്കെ നേരത്തെ രാവിലെ ഉസ്താദ് പറഞ്ഞതുപോലെ എക്സസ് ആണ്, കൂടുതലാണ്. അങ്ങനെ വലിയ വരുമാനം ഉണ്ടാക്കുന്നതിനേക്കാളും അപ്പുറം, അതിനേക്കാളും പ്രധാനം നമ്മൾ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നതാണ്. അതിന് ടൂർ വേണോ? ടൂർ നമ്മൾ പോകണം. വീട്ടിൽ ഒരു ദിവസം ലീവ് എടുത്ത് നമ്മൾ വീട്ടിലിരിക്കണം. വീട്ടിലൊരു സൽക്കാര പരിപാടികളുണ്ടോ, നമ്മൾ കുട്ടികളുടെ കൂടെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള സമയം നമ്മൾ കാണണം. മർമ്മമാണ്, 100% ഇത് അത്യാവശ്യമാണ്. നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം. ഇത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും. ജോലിയുള്ള ഉമ്മമാരോടൊക്കെ എൻ്റെ വിനീതമായ അപേക്ഷ, നമ്മളെ ജോലിക്കപ്പുറത്ത് കുറേ പെൻഷനും കുറേ ശമ്പളവും വാങ്ങിയതിലൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ വെറുതെയാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം. ഞാൻ എൻ്റെ അടുത്ത് കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 2-3 ഷർട്ട് ഇട്ട് കണ്ട് ഞാനിവിടെ വന്നാൽ നിങ്ങളെന്തെന്നെ വിളിക്കുക? ഇന്ന് ഈ പരിപാടിക്ക് വിളിക്കുമോ? ഒരിക്കലും വിളിക്കൂല. കാരണം ഓനെന്താ ചെറിയ കുഴപ്പമുണ്ടെന്ന് പറയും. കാരണം എന്താ? നമുക്ക് ഒരു ഡ്രസ്സിനപ്പുറത്ത് 2-3 ഡ്രസ്സ് ധരിക്കാൻ കഴിയില്ല. നമുക്ക് ഒരു നേരം നല്ല ഭക്ഷണം കഴിച്ചു, 2ാമത്തെ നേരം എൻ്റെ അടുത്ത് കാശുണ്ടെന്ന് വിചാരിച്ചു അതേ ഭക്ഷണം ആവർത്തിച്ച് നമുക്ക് കഴിക്കാൻ കഴിയില്ല. പണമല്ല ഏറ്റവും വലിയത്, പകരം നല്ല സ്നേഹമുള്ള സമാധാനത്തോടു കൂടിയുള്ള കുടുംബജീവിതമാണ്.
അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ നാം ചെയ്തേ പറ്റൂ, അത് നിർബന്ധവുമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സമയം കുട്ടികളെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുക. ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ 2 കൊല്ലം 3 കൊല്ലമൊക്കെ അവിടെ പോയി നിൽക്കുന്നതിന് പകരം സാധിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്ന്, അത് 10 ദിവസത്താണെങ്കിൽ 10 ദിവസം, 1 മാസമാണെങ്കിൽ 1 മാസം, നമുക്ക് എത്രയാണോ സാധിക്കുന്നത് നമ്മൾ ചെയ്യുക. അതിന് നമ്മൾ സമയം കാണണം. അതിൻ്റെ വിലയേക്കാൾ അപ്പുറത്ത് ആ കുട്ടികളെ കൂടെ സമയം ചെലവഴിക്കുന്നത് പ്രാധാന്യമുണ്ട് എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്നാണ് അതിന് പറയാം. ഒരു പ്രത്യേകിച്ചൊന്നും, എല്ലാവരോടും തുല്യമായ സ്നേഹം. മൂത്ത മകനോട് പ്രത്യേക സ്നേഹമോ ഏറ്റവും ഇളയ മകനോട് പ്രത്യേക സ്നേഹമോ ഒരു സോഫ്റ്റ് കോർണറോ നമുക്ക് ആവശ്യമില്ല. അത് കുട്ടികളിൽ പെയിൻ ഉണ്ടാക്കും, വേദനയുണ്ടാക്കും. അവർ പിന്നീടത് പറയും. എൻ്റെ ഇക്കനെ അവരെല്ലാവരും പേരല്ല വിളിക്കുക. ഓൻ്റെ മൂത്തതിനെ ഓൻ്റെ പേരല്ല വിളിക്കുക, ഓനെ നല്ല കുഞ്ഞാവാന്നാ വിളിക്കുക. എന്നാൽ ഇന്ന ഓനെ വിളിക്കല് എൻ്റെ പേരാണ്. അത് ഈ കൊച്ചു കുട്ടികൾക്ക് അറിയാം, ആ തിരിച്ചറിവുകൾക്കുണ്ട്. എൻ്റെ മൂത്ത മോനെ വിളിക്കുന്നത് ഓനെ കുഞ്ഞാവാന്ന്, അല്ലെങ്കിൽ അയൽ വീട്ടിൽ ഓലൊക്കെ വിളിക്കല് ഓനൊന്ന് പേരല്ല വിളിക്കുക, കുഞ്ഞാവാന്ന് വിളിക്കും, കുഞ്ഞിപ്പാന്ന് വിളിക്കും. എന്നാൽ ഞങ്ങളെ പെരിയിൽ അങ്ങനൊന്നുമില്ല. ഞങ്ങളിപ്പൊന്നും അങ്ങനെ വിളിക്കുക, ഞങ്ങളെ ഉപ്പൊക്കെ പേരനെ വിളിക്കല്, ഞങ്ങളിപ്പൊക്കെ സ്നേഹം കുറവാണ്. ഇത് പറയുന്നവരാണ് ഈ മക്കൾ, അത് ചിന്തിക്കുന്നവരാണ് ഈ മക്കള്. ഞമ്മക്ക് ആ ചിന്ത ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ വയസ്സ് വന്ന ആളുകൾക്ക് ചിന്ത ഉണ്ടാവില്ല. കാരണം നമ്മൾ വളർന്ന രീതിയല്ല ഇന്ന് കുട്ടികൾക്കുള്ളത്. അത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. അതുകൊണ്ട് നാം മാറേണ്ടതുണ്ട്. എല്ലാവരെയും ഒരേപോലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നാം സ്നേഹിക്കുക. ചില കുട്ടികൾക്ക് നല്ല കഴിവുണ്ടാവും, ചില കുട്ടികൾക്ക് അത്ര കഴിവുണ്ടാവില്ല. ഒക്കെ നമ്മളെ മക്കൾ തന്നെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവരെയും അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് നാം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ചില ഉമ്മമാര് ചില ഉപ്പമാര് നമ്മുടെ കുട്ടികളോട് ടച്ച് ചെയ്യാതെ സംസാരിക്കാറുണ്ട്. ഗൗരവത്തിൽ സംസാരിക്കുക, ഭയങ്കര ഗൗരവം. അത് ചിലപ്പോൾ അറിയാതെ എനിക്ക് തന്നെ വരലുണ്ട്. നമ്മളതൊക്കെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടിപ്പിടിക്കുക, അണച്ചുപൂട്ടി നമ്മൾ കാര്യങ്ങൾ പറയുക, സംസാരിക്കുക. രാവിലെ എണീറ്റ് വരുമ്പോൾ ഒന്ന് ഹഗ് ചെയ്താൽ, ഒരു ഉമ്മ കൊടുത്താൽ, അത് അൽഹംദുലില്ലാഹ് അത് അത്രയും സന്തോഷമാണ്. ആ കുട്ടികൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഊർജം ഭയങ്കരമാണ്. അവർ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുമ്പോൾ എന്തെങ്കിലും കിച്ചണിൽ അവിടെ ഞാൻ എടുത്തുകാണ്ട് പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു ഉമ്മ, ആ ഉമ്മയോട് ആ കുട്ടി കാണിക്കുന്ന സ്നേഹത്തെക്കാളും അപ്പുറമാണ് വെള്ളം കൊടുത്ത് മോനെ നീ കുടിക്ക്, നല്ല ഉഷാറായിട്ട് പോ എന്ന് പറഞ്ഞ് ഹഗ് ചെയ്ത് മദ്രസയിലേക്ക് കൂട്ടിപ്പിടിച്ച് മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഉമ്മയോട് കുട്ടിക്കുള്ള സ്നേഹം ഭയങ്കരമാണ്. നമ്മൾ മാറണം. 100% ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ മാറേണ്ടതുണ്ട്. നാളെ മുതലെങ്കിലും നമ്മുടെ മക്കൾ എത്ര വലിയവരാണെങ്കിലും, ഉമ്മമാർ പ്രത്യേകിച്ചും നമ്മുടെ മക്കൾ എത്ര വലിയവരാണെങ്കിലും, അവരെ അണച്ചുപൂട്ടി എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ മദ്രസയിലേക്കും സ്കൂളിലേക്കും വിട്ടു നോക്കൂ, അവർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതിൻ്റെ റിസൾട്ട് 100% ഉണ്ടാവും, നോ ഡൗട്ട്. അതിലൊരു സംശയം എനിക്കില്ല. ഓക്കെ, അപ്പോൾ അത് ചെയ്തിരിക്കണം. അതുപോലെ ഇനിയിപ്പോൾ ജനുവരി 1-ാം തീയതി ആവാൻ പോവാണ്. ജനുവരി 1-ാം തീയതി ആകാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വർഷം അൽഹംദുലില്ലാഹ് നമുക്ക് 2025 എന്നുള്ള വർഷം ചെവിടിക്കുന്നം കുടുംബത്തിലെ ആളുകൾക്ക് മാറാനുള്ള ഒരു വർഷമായിട്ട് നാം കാണണം. യൂത്ത് ഗ്രൂപ്പ് ഇവിടെ വരുന്നുണ്ടല്ലോ, അവരുടെ ചർച്ചയിൽ ഇത് വരണം. ഈ വർഷം ഇന്ന പ്രോഗ്രാമുകളൊക്കെ ചെയ്തിരിക്കണം, ഷെഡ്യൂൾ ഇടണം, ടൈം ഇടണം, എന്നിട്ട് പ്ലാൻ ചെയ്യണം. നമ്മുടെ ഇത്രയും ആളുകളെ, ആയിരക്കണക്കിന് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾക്ക് മാറാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കേണ്ടത് ഇതിൻ്റെ ഗ്രൂപ്പ് ലീഡേഴ്സാണ്. അവർ പ്ലാൻ ചെയ്യണം. ഇന്ന് എല്ലാവർക്കും നമ്മളെ കുടുംബത്തിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരാളുകൾ പാണ്ടിക്കാടാണ്, മറ്റൊന്ന് വയനാടാണ്, കണ്ണൂരാണ്, മലപ്പുറത്താണ്, ഇവിടെ കണ്ണമംഗലത്താണ്. ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് സാധിക്കില്ല എങ്കിൽ ഇന്ന് ലോകത്ത് അതിന് സംവിധാനമുണ്ട്. അതാണ് ഓൺലൈനിലൂടെ ഒരുപാട് കോച്ചിങ് നടക്കുന്നുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കാൻ സാധിക്കുന്ന നിരവധി ക്ലാസ്സുകൾ പുറത്തു നിന്നും അകത്തു നിന്നും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ പോലും, നമ്മുടെ മാഷിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത്തരം സംവിധാനങ്ങളുള്ള ഈ ലോകത്ത് നമ്മൾ മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്, സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ മക്കൾ ഉന്നതിയുടെ ഉന്നതിയിലെത്താൻ, എല്ലാ രംഗത്തും എത്താൻ, വിദ്യാഭ്യാസ രംഗത്തായാലും സാംസ്കാരിക രംഗമായാലും രാഷ്ട്രീയ രംഗത്തായാലും വളർന്നു വരാൻ ഈ കുടുംബത്തിന് സാധിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ യൂത്ത് വിങ്ങിൻ്റെ സെഷൻ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഞാൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ ഇൻഷാ അല്ലാഹ് നമ്മുടെ
സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അലവിക്കുട്ടി സാഹിബിന് ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ഇൻഷാ അല്ലാ നമ്മുടെ കുട്ടികൾ 8, 9 മുകളിൽ ഉള്ള 8ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കുട്ടികളുടെയും ഡാറ്റ കളക്ട് ചെയ്ത് അവർക്ക് സാധിക്കുന്ന പ്രോഗ്രാമുകൾ, അവർക്ക് സാധിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ എല്ലാ രംഗത്തും, തൊഴിൽ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും എല്ലാം നമുക്ക് നടത്താൻ സാധിക്കുന്ന വ്യക്തമായ ഒരു പ്ലാനിങ് നമുക്ക് ഇടേണ്ടതുണ്ട്. അതിന് ആ ലിങ്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صدق الله العلي العظيم. خيركم لأهله أنا خيركم لأهله. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംഗമത്തിന് വിജയത്തിൻ്റെ പാന്താവിലൂടെ അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. സുദീർഘമായി സംസാരിക്കുകയല്ല. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, എൻ്റെ ജ്യേഷ്ഠന്മാർ, കൊച്ചനുജത്തിമാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നൽകുന്നതിനോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ നേരത്തെ മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിപ്പുള്ള നമ്മുടെ ഉപ്പമാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ആരോഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ആരോഗ്യം നിലനിർത്തുമാറാവട്ടെ. അതിനോടൊപ്പം ആരോഗ്യത്തിലേക്ക് കോട്ടം സംഭവിക്കുന്ന ദിവസവും ഒരുപാട് രോഗങ്ങൾ നമ്മിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു തആല പരിപൂർണമായി ശമനം നൽകുമാറാവട്ടെ. മാരകമായ വല്ല രോഗങ്ങളുടെ അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒക്കെ ദൂരീകരിച്ച് പരിപൂർണമായി സമാധാനം നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കുടുംബം എന്ന് പറയുമ്പോൾ അത് കൂടുമ്പോൾ മാത്രമാണ് ഇമ്പമുണ്ടാവുന്നത്. അതായത് ഇമ്പമാർന്ന എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പമാർന്നത് കുടുംബം തന്നെയാണ്. പരിശുദ്ധമായ ഖുർആനിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെ കൊണ്ട് ഒരുപാട് പ്രത്യേകതകളും അതുപോലെ തന്നെ സവിശേഷതകളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓതിവെച്ച ആയത്തിൻ്റെ ചെറിയ ഒരു ആശയം മാത്രം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാത്തിന ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ഭാര്യമാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നൊക്കെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരു ആനന്ദം നമുക്ക് കിട്ടണം, കൺകുളിർമയാകണം. അതിന് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനം. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങൾ ഇന്ന് ഉത്തമന്മാർ നിങ്ങളുടെ കുടുംബത്തിനോട് നല്ല നിലയിൽ പെരുമാറുന്നു, അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഉടനീളം പരിശോധിച്ചാലും ഇപ്പം നമ്മൾ ഒത്തുകൂടിയത് തന്നെ സ്നേഹത്തിൻ്റെ പേരിലാണ്. സ്നേഹം കൈമാറുവാനും സ്നേഹം നിലനിർത്തുവാനും സ്നേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുമാണ്. നമ്മുടെ മക്കളിലേക്ക് കൊടുക്കേണ്ടതായ മെസ്സേജുകളൊക്കെ ഇവിടെ വിവരിക്കപ്പെട്ടു. അഥവാ മക്കളിലേക്ക് സ്നേഹം നമ്മൾ നേരത്തെ കൊടുത്താൽ മാത്രമേ ആ സ്നേഹങ്ങൾ തിരിച്ചു കിട്ടുള്ളൂ. ഒരാളും സ്നേഹം കൊടുക്കാതെ തിരിച്ചു കിട്ടിയ അനുഭവമില്ല. ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളോട് മുഴുവനും കരുണയോടുകൂടെ പെരുമാറണം. അപ്പോഴാണ് നാഥനായിരിക്കുന്ന റബ്ബ് നിങ്ങളോടും കാരുണ്യം കാണിക്കുക. ഞാൻ ഒരു ചെറിയ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജത്തുൽ വദാഇൻ്റെ വേള, ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ അവിടെ നിന്ന് ഒരുപാട് ആക്രമിച്ചതായ ആളുകളൊക്കെ അവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട സഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രഖ്യാപനം കാത്തുകൊണ്ട് കഴിയുകയാണ്.
നബിത്തങ്ങളെങ്ങാനും അവിടെ നിന്ന് പ്രഖ്യാപിച്ചാൽ ഇവിടെയുള്ളതായ ആളുകളൊക്കെ നേരത്തെ അവർ ചെയ്തതിന് പ്രതികാരം ചെയ്യണമെന്ന ഉദ്ദേശത്തോട് കാത്തിരിക്കുന്നതായ സന്ദർഭത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയുണ്ട്. തന്നെ അവിടുന്ന് ആട്ടി ഓടിച്ചവർ, കൊല്ലാൻ തീരുമാനിച്ചവർ മാത്രമല്ല, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല അവിടുത്തെ കഴുത്തിൽ ചാർത്തി അവിടുത്തെ മഹതിയായിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് തങ്ങൾക്ക് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ സാധിച്ച്. ഇത്രയും ക്രൂരത ചെയ്തതായിരിക്കുന്ന ആ സമൂഹത്തിൻ്റെ മുമ്പിൽ വച്ച് അള്ളാഹുവിൻ്റെ തിരുദൂതര് സ്നേഹത്തിൻ്റെ ഒരേ പ്രഖ്യാപനം, അന്തുമുത്തുലക്കാ, നിങ്ങളൊക്കെ ഇന്ന് മോചിതരാണ്. ആരോടും പ്രതികാരമില്ല, ആരോടും പ്രതികാരം ചോദിക്കുന്നില്ല. എല്ലാവരും ഇന്ന് സുരക്ഷിതരാണ്. നിങ്ങളോട് ഒരു നിലക്കുള്ള പ്രതികാരം ഞാൻ ചോദിക്കുന്നില്ല. മന്ദാറ അബൂ സുഫിയാന ഫഹുവ ആമിനുൻ. അബൂ സുഫിയാൻ്റെ വീട്ടിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ വിശ്വസ്തനാണ്, അവൻ നിർഭയനാണ്. അതുപോലെ മസ്ജിദുൽ ഹറാമിൽ ഒരാൾ പ്രവേശിച്ചാൽ അവനും നിർഭയനാണ്. മാത്രമല്ല, അതിലേറെ ഉന്നതമായ ഒരു കേന്ദ്രം അള്ളാഹുവിൻ്റെ തിരുദൂതർ അവിടുന്ന് പറഞ്ഞു, ഒരാൾ സ്വന്തം വീട്ടിൽ വാതിലടിച്ചിരുന്നാൽ അവനെ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെ സുരക്ഷിതമായ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ ഒരു ആഹ്വാനം അള്ളാഹുവിൻ്റെ തിരുദൂതർ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ഞാനിപ്പോൾ പറയാനുള്ളതായ കാരണം ഇന്ന് നമുക്ക് വേണ്ടത് അതാണ്. സ്നേഹമാണ് നാം കൈമാറേണ്ടത്. സ്നേഹത്തിലൂടെയുള്ളതായ ജീവിതത്തിലേക്ക് അന്ത്യത്തിൽ എത്തുന്ന സമയത്ത് സമാധാനവും ശാന്തിയും പ്രാപിക്കാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാത്ത നമ്മുടെ മനസ്സിൽ വിദ്വേഷം ഒരുപാടുണ്ടാവും, അതൊക്കെ നമ്മൾ എടുത്തു മാറ്റി വെക്കണം. ആ സമയത്തൊക്കെ സ്നേഹം കൈമാറാൻ കഴിയണം. അള്ളാഹുവിൻ്റെ തിരുദൂതർ പുഞ്ചിരിക്കുന്നത് പോലും സദക്കയാണ് എന്ന് പറഞ്ഞതായ ബഹുമാനപ്പെട്ട പ്രവാചകർ. അഥവാ ഒരാൾക്ക് മറ്റൊരാളോട് ഒരു പുഞ്ചിരിയാണ് സമ്മാനിക്കാൻ സാധ്യമെങ്കിൽ അത് അവൻ നൽകണം. അതും സദക്കയാണ്, ധർമ്മമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും ഉമ്മമാരോടും ഒക്കെ പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെക്കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. മക്കൾ പറയുന്നത് കേൾക്കാനുള്ളതായ ഒരു അവസരം നാം കാണണം. അതുപോലെ തന്നെ മക്കളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ നൽകാൻ നാം കാണണം. ഇതുപോലത്തെ ഒരു കുടുംബ സംഗമം ഓരോ ദിവസത്തിലും നമ്മുടെ വീട്ടിലുണ്ടാവണം. അള്ളാഹുവിൻ്റെ തിരുദൂതര് ഇശാഇൻ്റെ ശേഷം സംസാരിക്കുന്നത് വെറുത്തിരിക്കുന്നു, അഥവാ സംസാരിച്ചിരിക്കാതെ വേഗം കടന്നുറങ്ങുകയാണ് വേണ്ടത്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് അവിടെയും ഒരു പ്രാധാന്യം കൽപ്പിച്ചു. അഥവാ കുടുംബ സംഗമത്തിന് അല്ലെങ്കിൽ കുടുംബത്തിനോട് സംസാരിക്കുന്നതിന് വലിയ പുണ്യമാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ നൽകിയത്. ആയതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു ആവേശമായി ഇത് മാറണം. ഇപ്പോൾ 7 പ്രാവശ്യത്തോളം നമ്മളിവിടെ ഒരുമിച്ച് കൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ഖേദത്തോടുകൂടെ പറയുന്നു, എനിക്കൊന്നും ചെയ്യാൻ സാധ്യമായിട്ടില്ല. സാധ്യമാവട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒക്കെ പ്രാർത്ഥന. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ രോഗികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പരിപൂർണമായി ശമനം നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടതായ യുവാക്കൾ അവിടെ സംഗമമാണ് ഇവിടെ നടക്കാനുള്ളത്. പരിശുദ്ധമായ ഖുർആൻ യുവാക്കളുടെ പ്രത്യേകമായി കൊണ്ട് സ്ഥാനം, ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം, അവർ യുവാക്കളാണ്, അവർ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചതായ യുവാക്കളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ ആണയിട്ട് പ്രഖ്യാപിച്ചതായ, അതുപോലെ തന്നെ സ്വർഗീയ പരലോകത്ത് ഒരു വിഭാഗം മാറ്റിവെച്ചത്, അഥവാ ആ ചുറ്റുപടുന്ന മണലാരുണ്യത്തിൽ അർശിൻ്റെ തണൽ നൽകാൻ ഒരു വിഭാഗത്തിന് മാറ്റിവെച്ചത് അത് യുവാക്കളാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ പഠിച്ചുകൊണ്ട് അതിൻ്റെ മാർഗത്തിലായി ജീവിച്ച യുവാക്കളാണ്. ആയതുകൊണ്ട് നമ്മുടെ യുവാക്കൾക്കൊക്കെ അന്നലക്ക് ഉയരാൻ സാധ്യമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും തൻ്റെയും ഒക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. പരസ്പരം നിങ്ങളൊക്കെ പിരിയുന്നതിന് മുമ്പ് എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്.
ആയതുകൊണ്ട് പരസ്പരം ഒന്ന് കൈപിടിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. ഇത് വെറുതെ ഒരു പറച്ചിലല്ല, വലിയ പുണ്യം അതിലൊക്കെ ഉണ്ട്. ആയതുകൊണ്ട് നിങ്ങളൊക്കെ ഈ സാധുവായി എനിക്ക് ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ഇതുപോലത്തെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തും എന്ന് പ്രത്യേകമായി വാക്കുന്നുണ്ട്. സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബ അസോസിയേഷൻ്റെ കാരണവന്മാരായ അതിൽ പ്രധാനികളായ 2 പേരെ ആദരിക്കുകയാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇതുപോലെ ഒരിക്കലും ഒരുമിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി നമ്മുടെ ഒരു കുടുംബസംഗമം തലപ്പാറയിൽ വെച്ച് നടക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പാണ്ടിക്കാടുള്ള ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു, ചെവിടിക്കുന്നൻ എന്ന വീട്ടുപേരുള്ള. അറിയില്ലായിരുന്നു ഇവരും ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് അന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. പിന്നീട് നമ്മുടെ കുടുംബത്തിലെ പ്രധാന നേതാക്കൾ പലരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായി മലയാള മണ്ണിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിറകറ്റ് കിടന്നിരുന്ന അവർ ഒരു മുത്തുമാലയിൽ നിന്ന് പൊട്ടിയറ്റ് വീണ് ചിതറിക്കിടന്നിരുന്ന കുടുംബങ്ങളെ അവരെല്ലാവരും ഒരുമിച്ച് ചേർത്ത് പല ദേശങ്ങളിൽ നിന്ന് എല്ലാവരെയും വിളിച്ചു ചേർത്ത് നാം എല്ലാവരും ഒരു കുടുംബാംഗങ്ങളാണ്, നാം എല്ലാവരും ഒരുമിച്ചിരിക്കേണ്ടവരാണ്, ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളും പേരമക്കളുമാണെന്ന് പറഞ്ഞ ആ ഒരു സന്ദേശം നമുക്ക് കൈമാറി നമ്മളെ പലതവണ ഇതുപോലെ ഒന്നിച്ചിരിക്കാൻ ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ പ്രധാനികളായ 2 നേതാക്കന്മാർ, 3 നേതാക്കന്മാരെയാണ് ഇവിടെ വെച്ച് ആദരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് CK അഹമ്മദ് കുട്ടി മാസ്റ്ററെയും നമ്മുടെ ട്രഷറർ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയെയും അതുപോലെ നമ്മുടെ എല്ലാമായ ആലി ഹാജിയെയും ഈ വേദിയിൽ വെച്ച് യൂത്ത് വിങ് ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മാസ്റ്റർക്കുള്ള മൊമെൻറ്റോയും ഷോളും നൽകി അവരെ ആദരിക്കുന്നതിന് വേണ്ടി യൂത്ത് വിങ്ങിൻ്റെ അജയ്യരായ പ്രസിഡന്റ് മുജീബിനെയും ട്രഷറർ ഷാനവാസ് മമ്പാടിനെയും പ്രവാസി സാരഥി ബഹുമാനപ്പെട്ട ഹനീഫ തെക്കേകുളമ്പിനെയും ഞങ്ങളുടെ എല്ലാമായ അലവിക്കുട്ടി കണ്ണമംഗലത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദരണീയരായ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി മാസ്റ്ററെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഞാനിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഈ പുതപ്പിച്ചാൽ പിന്നെ ആദരിച്ചാൽ പിന്നെ ആ ആൾക്ക് ഒരു വളർച്ചയല്ല തളർച്ച ഉണ്ടായാലെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കൊരുപാട്
പിന്നെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്ലോബൽ ടീച്ചർ റോൾ മോഡൽ അവാർഡ് എന്ന പേരിലൊരു ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രവർത്തിച്ച അധ്യാപക സംഘടനയിൽ എനിക്ക് ചാക്കീരി അധ്യാപക അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ ഡയറക്ടറായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ തൊട്ടടുത്തിരിക്കുന്ന SSAൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പറായിട്ടുണ്ട്. ഒക്കെ ഉണ്ട്. ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവാർഡുകളൊക്കെ കിട്ടിയിട്ട്, ഒരുപാട് അനുമോദനങ്ങൾ, ഒരുപാട് പദപ്പിക്കൽ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ട്രോഫികൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നല്ല വാക്കുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിനൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയുടെ, കൃത്രിമതയുടെ ഒരു മുഖമുണ്ടായിരുന്നുവെന്ന് ഞാനത് ഏറ്റുവാങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ ആ അംഗീകാരങ്ങളിൽ നിന്നൊക്കെ എത്രയും വ്യത്യസ്തമായിട്ട് കിട്ടിയ ഈ അംഗീകാരമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം, എൻ്റെ ചോരപ്പറപ്പുകൾ എൻ്റെ പ്രവർത്തനം വിലയിരുത്തി എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്ക് പലർക്കും അംഗീകാരം കിട്ടാതിരിക്കൽ കുടുംബത്തിലാണല്ലോ. വീട്ടിലാണല്ലോ അംഗീകാരം കുറവാകുക. ഒരു നാട്ടിലൊക്കെ ഉഷാറാണ്, പക്ഷെ വീട്ടിൽ അരക്കാശിന് പറ്റൂല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇതുവരെ വീട്ടിൽ അംഗീകരിക്കപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം വീട് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പം അടുത്താണ് തുടങ്ങിയത്. റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഒരു 2-3 കൊല്ലം മുമ്പാണ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടു എന്നൊരു ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ എനിക്കുണ്ടായിട്ടുള്ളത്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഏതൊരു മേഖലയിലും എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന മേഖല ഏതായാലും ആ മേഖലയുടെ വിജയത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനം എല്ലാവരും ചെയ്യണം. ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. ഇത് കിട്ടിയ അംഗീകാരമല്ല, ഇവിടെ കൂടിയ മുഴുവൻ ചെവിടിക്കുന്ന കുടുംബാംഗങ്ങൾക്കും കിട്ടിയ അംഗീകാരമാണ്. കാരണം നമ്മളാണ് ഈ കൂട്ടായ്മക്ക് കാരണമായിട്ടുള്ള, ഞാൻ അതിനൊരു കാരണമായെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെ പോലും ഒരു കൂടുതൽ പ്രയത്നമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഒരാൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ആദരിക്കപ്പെടുന്നതിന് സമമാണ്. നമ്മളെല്ലാവരും ആദരിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും എനിക്ക് ഈ യുവാക്കളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്തൊരു കാര്യം ഏറ്റെടുത്താൽ ആ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള കഠിനമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും എന്താന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ സ്വപ്നം കാണാൻ തുടങ്ങണം. എന്ത് സ്വപ്നം? വേണ്ടാത്ത സ്വപ്നമല്ല. ഭാവിയിൽ ഇന്ന നിലയിൽ എത്തുന്നതിനെ കുറിച്ചുള്ള സ്വപ്നം കാണുകയും ആ സ്വപ്നം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമം ഏർപ്പെടുത്തുകയും ആ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്യണം. എപ്പോഴും ആ സ്വപ്നം തോളിലേറ്റ് നടക്കണം. എപ്പോഴാണോ നമ്മളൊരു കാര്യം ചെയ്യാതിരുന്നാൽ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാതിരുന്നാൽ എന്തായിരിക്കും? പിന്നീട് ജീവിതത്തിൽ ഉടനീളം ഖേദിക്കേണ്ടി വരും. ഞാനിപ്പോൾ മിനിഞ്ഞാന്നായിരുന്നു ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PGTC പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഇൻ കൗൺസിലിംഗ് എന്ന കോഴ്സ് പാസ്സായിട്ട് ഞാൻ ബിരുദപ്പട്ടം വാങ്ങിയത്. കോൺവക്കേഷൻ സെറിമണി മിനിഞ്ഞാന്നായിരുന്നു. ഞാനത് പോകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ BEdന് MAക്ക് പഠിച്ചുകൊണ്ടിരിക്കെ 1 വർഷം പൂർത്തിയാക്കി പരീക്ഷ എഴുതിയിട്ട് വേഗം BEdന് പോയി. കാരണം വീട്ടിനടുത്തുള്ള സ്കൂളിലെ പോസ്റ്റ് ആഗ്രഹിച്ചുകൊണ്ട് പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നും ഒരു നീറ്റലായിട്ട് മാറിയിരുന്നു ആ MA പൂർത്തിയാക്കാത്തൊരു കാര്യം. കാരണം അതൊരു ഭീരുത്വമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയിട്ട് എന്നെക്കാളും താഴെയുള്ള എൻ്റെ പകുതി വയസ്സുള്ള ടീച്ചേഴ്സിൻ്റെ മുന്നിൽ ഒരു കുട്ടിയായിരുന്ന് കോഴ്സ് പഠിച്ച് പാസ്സായി അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ അവസരങ്ങൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ.
കിട്ടുന്ന അവസരങ്ങൾ ആരാണോ പൂർണ്ണമായിട്ട് വിനിയോഗപ്പെടുത്തുന്ന അവരെ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. കുട്ടികൾ എന്ത് വേണം? ഒരു കാര്യവും എന്താണ് കഴിയില്ല എന്ന് പറഞ്ഞിട്ട്, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് തോറ്റുപോകുന്ന, പിന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. വീണ്ടും 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 ശ്രമിക്കണം. എന്നിട്ടോ വീണ്ടും 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 പരാജയപ്പെടണം. എന്നിട്ടോ അവസാനം എന്താണ്? ജയിക്കണം. അങ്ങനെയാണ് ജീവിതത്തിൽ. കുറേ നടക്കാൻ പഠിക്കും. കുട്ടികൾ കുറേ നടന്നിട്ട് കുറേ വീണിട്ട് നടക്കാൻ പഠിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. വരും കാലങ്ങളിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ കുടുംബ അസോസിയേഷൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ ദീപശിഖയൊക്കെ ഏറ്റെടുക്കേണ്ട ആൾക്കാർ നിങ്ങളാണ്. ഞങ്ങളൊക്കെ വയസ്സന്മാരായി. ഞങ്ങൾക്കൊക്കെ ഇനി ഇപ്പോൾ നിങ്ങൾ അവാർഡാണ് തന്നതെങ്കിൽ ഇനി സംഘടനയിൽ ഞങ്ങൾക്ക് പെൻഷൻ തരേണ്ട സാഹചര്യമാണ്. ഞങ്ങളൊക്കെ വയസ്സന്മാരായി. യുവാക്കളാണ് ഈ സംഘടനയെ കൊണ്ടു നടക്കേണ്ടത്. അതിന് കരുത്തുറ്റ ഒരു യുവനിര വന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്താണ്? 12 വർഷത്തിനകം നമ്മളൊക്കെ എന്താണ് നമ്മുടെ സംഗമം നടത്താൻ, യുവജന വിദ്യാർത്ഥി പ്രവാസി സംഗമം നടത്തുന്ന തരത്തിലേക്ക് നമ്മളൊക്കെ ഉയർന്നു വന്നു. നമ്മൾ സംഘാടകരായി, നമ്മൾ പ്രാസംഗികരായി, നമ്മൾ എന്താണ് മികവുറ്റ പ്രവർത്തകരായി മാറിയിട്ടുണ്ട്. അതിനുപകരിക്കുന്ന ഒരു വേദിയായി മാറട്ടെ. അവസാനമായിട്ട് ഒരൊറ്റ സന്ദേശം കൂടി, ഒറ്റ സന്ദേശം ഞാൻ പറയുന്നുള്ളൂ. ഇതിനെ നെഞ്ചിലേറ്റേണ്ടത് നമ്മളാണ്. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മളെല്ലാവരും ഈ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി. ചെവിടിക്കുന്നതിന് അസോസിയേഷൻ എന്ന പ്രസ്ഥാനം ഉണ്ടാക്കാനും ശക്തിപ്പെടുത്താനും. ഇതിനെ നശിപ്പിക്കാൻ ആർക്കേ കഴിയുള്ളൂ? നമുക്ക് മാത്രമേ കഴിയുള്ളൂ. ഓരോരുത്തരും കരുതണം, ഞാൻ അതിന് കാരണക്കാരാകരുത് എന്ന് കരുതിയിട്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സമഭാവനയോടു കൂടി, അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഉദാത്ത വികാരമാണ് സ്നേഹാർദ്രത. ഇതോടുകൂടി പെരുമാറി നല്ല മനുഷ്യകോലങ്ങളായി മാറിയാൽ ഈ സംഘടന പൂർവാധികം ശക്തിയോടുകൂടി നിലനിൽക്കും. ഇത്തരമൊരു വേദി ഒരുത്തി തന്ന, കാരണം യുവാക്കൾ ഞങ്ങളെ പരിഗണിച്ചതിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇത് അനവസരത്തിൽ തന്നതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് അവസരത്തിൽ തന്നത് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കൂട്ടായ്മ സർവശക്തനായ അല്ലാഹു സർവോപരി ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക്, ഭാരവാഹികൾക്ക്, യൂത്ത് വിങ്ങിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ചെവടിക്കുന്നൻ ഫാമിലി അസോസിയേഷൻ യൂത്ത് വിങ്ങിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി അതിന് മാത്രം വലിയൊരു പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും 2012 തുടങ്ങി വെച്ച ഈ പ്രവർത്തനം ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായും തുടർച്ചയായി ഈ നമ്മുടെ അസോസിയേഷൻ രൂപീകരിച്ച അന്ന് മുതൽ ഇന്നേ വരെ
അതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മുടെ മാഷ കൂടെ എന്നും നല്ല പിന്തുണയോടുകൂടി തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ആദരവ് നൽകിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പല സമയത്തും പല കൂടിയാലോചനകൾക്കും വേണ്ടി മാഷ് വിളിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒഴിവുണ്ടാകുമോ, ഇന്ന ദിവസം നമ്മളൊരു മീറ്റിംഗ് വെച്ചാലോ, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നിരവധി മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. നമ്മൾ ഓരോ കാരണം പറഞ്ഞ് തിരക്കുണ്ടാവും, മനുഷ്യന് സഹജമാണ്. തിരക്കുണ്ടാവുമ്പോൾ നമ്മൾ ആ തിരക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ അതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. എല്ലാവരെയും ഒരുമിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ വേറെ ആൾക്ക് ഒഴിവില്ലാത്തൊരു സാഹചര്യം വരും. അപ്പം ഞാൻ മാഷോട് പറയും, എൻ്റെത് കണക്കാക്കണ്ട, മറ്റുള്ളവരോട് അന്വേഷിച്ചു നോക്കി ഞാനെങ്ങനെയും ഒഴിവുണ്ടാക്കി വരാം. ആ രൂപത്തിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പാണ്ടിക്കാട് ഭാഗത്ത് നിന്ന് കണ്ണമംഗലം, ഇരിങ്ങല്ലൂർ, കുഴിപ്പുറം ഭാഗത്തേക്ക് അവിടുന്ന് കൊണ്ടുവരാൻ സാധിക്കുന്ന ആളെ കൂട്ടി വരികയും നമ്മളുടെ കുടുംബ അസോസിയേഷൻ്റെ മിക്കവാറും യോഗങ്ങളൊക്കെ നടത്തുകയും അതിൻ്റെ കൂടിയാലോചനയൊക്കെ നടത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതാണ്. ഏതായാലും കൂടുതൽ പ്രസംഗിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് നിന്ന് മുജീബോടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു. കൂടുതലായി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ, ഉദ്ഘാടന പ്രാസംഗികം പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങൾ നമുക്കൊരു നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു കൂടിയാലോചന കേന്ദ്രം, വിശ്രമ കേന്ദ്രം പോലെയുള്ളത് സ്ഥാപിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് ഭാവിയിൽ നമ്മളെ കുടുംബത്തിലും നല്ല നല്ല IAS ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ തിളങ്ങുന്നവർ, മന്ത്രിമാർ, MLA മാർ, അങ്ങനെ അതാത് മേഖലയുള്ളവരെ അതിൻ്റെ കഴിവ് കണ്ടെത്തി നല്ല നല്ല അവരുടെ കഴിവുകളൊക്കെ കണ്ടെത്തി അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ ഭാവിയിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഉപരിയായി നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിനും നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾക്കും വേണ്ടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും, എന്ത് പരിപാടികൾ പറഞ്ഞാലും അതിലൊക്കെ പങ്കെടുക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ക്ഷണിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയും അതോടെ പ്രയത്നത്തോടു കൂടി നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്, അതിലൊക്കെ നല്ല ഉത്സാഹത്തോടു കൂടി ഇനിയും പങ്കെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും, ഇത്തരത്തിലുള്ളൊരു അവസരത്തിൽ എനിക്ക് ഇങ്ങനെയൊരു അനുമോദനം, ആദരവ് നൽകിയ നമ്മുടെ ചുവടിക്കുന്നൻ ഫാമിലി അസോസിയേഷൻ യൂത്ത് വിങ്ങിനെ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രായം ചെന്ന 2 കാരണവന്മാരെ കൂടി നമ്മൾ ആദരിക്കുകയാണ്. മമ്പാട്ട് സ്വദേശിയായ നമ്മുടെ കാരണവർ കുഞ്ഞവറാൻകുട്ടി സാഹിബിനെയും അതുപോലെ നമ്മുടെ പാണ്ടിക്കാടുള്ള കുഞ്ഞു ഹാജി എന്നിവരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ബഹുമാനം നിറഞ്ഞ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരെ, ഉപ്പമാരെ, ഉമ്മമാരെ,
ജ്യേഷ്ഠാനുജന്മാരെ, അനുജത്തിമാരെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ, ഈ മഹാകുടുംബത്തിൻ്റെ, വലിയ കുടുംബത്തിൻ്റെ 7ാമത് സംഗമത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ സംഗമം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഒരു വലിയ ഒരു സദസ്സ് നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നു. ഏറെ ദൂരെ നിന്ന് വന്നതുകൊണ്ടോ മറ്റു വീട്ടിലെ പ്രയാസങ്ങളുള്ളത് കൊണ്ടോ വ്യക്തിപരമായ പല കാരണങ്ങളുള്ളത് കൊണ്ടോ പലരും ഈ അവസാന സെഷൻ ആയപ്പോഴേക്ക് ഇവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ട്. അവരുടെ വീടുകളിലേക്കോ മറ്റോ പോയിട്ടുണ്ട്. എന്തായാലും ഏകദേശം ഒരു 500 ആളുകളോളം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളത്. നമ്മുടെ ഈ കുടുംബ സംഗമം 7ാമത്തെ അതിൻ്റെ സംഗമത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കുറഞ്ഞ കാര്യങ്ങൾ. ഒന്നാമതായി, ഈ 7 വർഷവും ഈ 7 സംഗമങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ച ഒരുപാട് പേര് ഉണ്ട് എന്നതാണ്. നമ്മുടെ ഈ സംഗമങ്ങളിലെല്ലാം പങ്കെടുത്ത, അതിനു വേണ്ടി നാം കൂടിച്ചേരുന്ന മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുത്ത അല്പം ചില പേരാണുള്ളത്. അവർ പരസ്പരം വളരെ നന്നായി പരിചയമുള്ളവരാണ്. ഞാൻ നേരത്തെ മാഷെക്കുറിച്ച് സംസാരിച്ച സമയത്ത് നിങ്ങളോട് പറഞ്ഞു, 2012 വരെ നമ്മളാരും പരസ്പരം അറിയുന്നവരായിരുന്നില്ല. പക്ഷേ ഇന്ന് 2024 ആയപ്പോഴേക്കും പരസ്പരം അറിയുന്ന ആരൊക്കെയോ ആയി നാം മാറിയിരിക്കുന്നു. ഇതിൽ ഒരുപാട് ആളുകളെ കണ്ടാൽ മനസ്സിലാകുന്ന, പേരുകൊണ്ട് അറിയുന്ന, അവരുടെ കുടുംബചരിത്രം അറിയുന്ന, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാര്യങ്ങൾ പോലും അറിയുന്ന രീതിയിലേക്ക് നാം പരസ്പരം മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ ബന്ധം നമുക്കിടയിൽ ഈ 10-12 വർഷങ്ങൾക്കിടയിൽ 7ഓളം സംഗമങ്ങൾ കൊണ്ട്, അതിനുവേണ്ടി നാം ചേർന്ന കൊച്ചു മീറ്റിങ്ങുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. കഴിഞ്ഞ സംഗമത്തിന് വേണ്ടി കോടിച്ചന പ്രദേശത്ത്, തെന്നല പ്രദേശത്ത്, പാണ്ടിക്കാട് പ്രദേശത്ത്, കാളികാവ്, വണ്ടൂർ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വീടുകളിൽ നേരിട്ട് ചെന്ന് ക്ഷണിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തിലെ ഒരുപാട് വീടുകളിലേക്ക്, നമ്മുടെ സംഗമത്തിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടി അവരെ വീടുകളിൽ ചെന്ന് സന്ദർശിക്കാൻ ഒരവസരം എനിക്കുണ്ടായി. ഒരിക്കലും ഇങ്ങനെ നാം എല്ലാവരും കുടുംബക്കാരാണ് എന്ന ഒരു അറിവ് നമുക്കുണ്ടായിരുന്നില്ല എങ്കിൽ ഇങ്ങനെ വീടുകൾ സന്ദർശിക്കാനോ പരിചയം പുതുക്കാനോ ഒരവസരം നമുക്കുണ്ടാകുമായിരുന്നില്ല. മുമ്പൊരു മീറ്റിങ്ങിൽ ഞാൻ സംസാരിച്ചിരുന്നു, നാം എല്ലാവരും വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഒരു കൈവിരൽ പോലെയാണ് നാം എല്ലാവരും എന്ന് ഞാൻ നേരത്തെ ഒരു സംസാരത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഒരു കൈയിൻ്റെ വിരലുകൾ ഇങ്ങനെ നോക്കൂ, അതിൽ ഉയരം കൊണ്ട് ഏറ്റവും ചെറുത് നമ്മുടെ തള്ളവിരലാണ്, ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള 5 വിരലുകളാണ് പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ കൈ കൊണ്ട് നാം എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ വേണ്ടി നാം ഈ കൈ ഉപയോഗിക്കുകയാണെങ്കിലോ ഇതെല്ലാം കൂടി വരികയും ഒരേ വലുപ്പത്തിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് കുടുംബം, ഇതുപോലെയാണ് സമൂഹം, ഇതുപോലെയാണ് സൊസൈറ്റി. ഇത് വ്യത്യസ്ത തലത്തിലുള്ളവരുണ്ടാകും, അതിൽ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടാകും, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുണ്ടാകും, ഉയർന്ന ജോലിയുള്ളവരുണ്ടാകാം, സാമ്പത്തിക ശേഷി കുറഞ്ഞവരുണ്ടാകാം. പക്ഷെ എല്ലാവരും ഒരുപോലെയാണ്, ഒരു ഐക്യത്തോടു കൂടിയാണ് പെരുമാറേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. ബുദ്ധിമുട്ടില്ല എങ്കിൽ ഒരു 10 സെക്കൻഡ് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കും, 10 സെക്കൻഡ്. ഒന്ന് സംസാരം നിർത്തിയിട്ട് എല്ലാവരും ഒരു 10 സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് തന്നാൽ ഉപകാരമായിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഇരിക്കാനായിട്ടില്ല ചേട്ടാ. ഞാൻ 1 ചെയ്യുന്ന സമയത്ത് കണ്ണടച്ച് നിങ്ങൾ 10 വരെ എണ്ണണം. 10 വരെ എണ്ണിയാൽ നിങ്ങൾക്ക് ഇരിക്കാം. ഒരിക്കലും നിങ്ങൾ എണ്ണുന്നത് തൊട്ടടുത്തുള്ള ആൾ കേൾക്കാൻ പാടില്ല, നിങ്ങൾ ഇരിക്കുന്നത് പോലും അവരറിയാൻ പാടില്ല. റെഡിയല്ലേ? കണ്ണടച്ച് വേണം എണ്ണാൻ. ഒരിക്കലും ഇതിൽ ചതി പാടില്ല കേട്ടാ. നിങ്ങൾ എണ്ണുന്നത് മറ്റുള്ളവരറിയാൻ പാടില്ല, നിങ്ങൾ മറ്റുള്ളവർ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. 10 വരെ എണ്ണണം. 10 വരെ എണ്ണിയാൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. എന്നാ റെഡി? 1 2 3.
ഓക്കെ, ഇരുന്നു, എല്ലാവരും ഇരുന്നു. ഈ 10 വരെ എണ്ണാൻ നിങ്ങളെടുത്ത സമയം എല്ലാവരും ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്ത സമയം കൊണ്ടാണ് 10 വരെ എണ്ണിയത്. ഞാൻ നിങ്ങളോട് വേഗത്തിൽ എണ്ണണമെന്നോ സാവധാനം എണ്ണണമെന്നോ ഒരുപോലെ എണ്ണണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതി പോലും. നമ്മളെല്ലാവരും ഒരിക്കലും ഒരുപോലെ ചിന്തിക്കുന്നവരാകില്ല. ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ടാകാം. ഒരു പിതാവിൻ്റെ മക്കൾ പോലും വ്യത്യസ്തത ചിന്തിക്കുന്നവരാണ്. ഒരിക്കലും നാം ചെവിടിക്കുന്നൻ എന്ന കുടുംബ പേരുള്ള 100,000 ആളുകൾ ഒരുമിച്ച് ചേർന്നാൽ പോലും എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരോ ഒരാശയധാരയുമായി മുന്നോട്ട് പോകുന്നവരോ ആകണമെന്നില്ല. പക്ഷേ അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒരു പിതാവിൻ്റെ എല്ലാ മക്കളും ഡോക്ടർമാരാവുക വളരെ അപൂർവങ്ങളിൽ അപൂർവമേ ഉണ്ടാവുകയുള്ളൂ. പിതാവ് അധ്യാപകനാണെന്ന് കരുതി മക്കളും അധ്യാപകരാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. പിതാവ് കച്ചവടക്കാരനാണെന്ന് കരുതി മക്കളും കച്ചവടക്കാരാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരാവണം എന്ന് നമുക്ക് നിർബന്ധമില്ല. അതാണ് 10 വരെ എണ്ണാൻ പറഞ്ഞതും. ഈ നിൽക്കുന്നവരിൽ തന്നെ വ്യത്യസ്ത സമയം കൊണ്ടാണ് എണ്ണി തീർന്നത്. ആദ്യം ഇരുന്ന ആൾക്ക് മനസ്സിലാകും എത്ര കഴിഞ്ഞിട്ടാണ് അടുത്ത ആളുകൾ എണ്ണി തീർന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ എല്ലാ ചുറ്റുപാടിലും വ്യത്യസ്തമായ കാര്യങ്ങളിൽ ആലോചിച്ച് വ്യത്യസ്ത ചിന്തകളിലൂടെ പോകുന്ന നമ്മൾ. പക്ഷേ ഒരാവശ്യത്തിന് നമ്മളെല്ലാവരും കുടുംബക്കാരാണ് എന്ന ഒരു ആശയം, ഒരു ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഈ കുടുംബം കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ തൊഴിലുകൾ എല്ലാം അതിൻ്റെ രീതിയിൽ കൊണ്ടുപോകാമെങ്കിലും നാം എല്ലാവരും ഒരു കുടുംബമാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ, എല്ലായ്പ്പോഴും പരസ്പരം സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിലും ആവശ്യമുള്ളപ്പോഴെങ്കിലും നമുക്ക് ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും സാധിക്കണം. ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത സെയ്ദ് മാഷ് നമ്മളോടൊരു കാര്യം പറഞ്ഞു. കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ പ്രധാനമായും നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്, മക്കളെ എങ്ങനെ നന്നായി വളർത്തണം എന്നതിനെ കുറിച്ചാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചു. നമ്മുടെ വീടുകളിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? മക്കൾ അല്ലെങ്കിൽ ഇളം തലമുറയിലുള്ള ആളുകൾ മുതിർന്നവരെ അനുസരിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. 2019 കോവിഡ് വന്നതിന് ശേഷം 20 അത് വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയത്. സ്കൂളുകൾ അടച്ചു, മദ്രസകൾ അടച്ച സമയത്ത് നമ്മുടെ മക്കളുടെ കൈകളിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരായി. ഈ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികളിൽ മുമ്പൊന്നും കാണാത്ത വിധം ദൂരവ്യാപകമായ സ്വഭാവ മാറ്റം നമുക്ക് കാണാൻ സാധിച്ചു. നേരത്തെ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മക്കളിൽ കാണാൻ സാധിച്ചു. അതിലൊന്ന് ബഹുമാനക്കുറവാണ്. അതിനൊരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, പലപ്പോഴും നമ്മുടെ വീടുകളിൽ മുതിർന്നവർ പോലും മൊബൈൽ ഫോണിന് അഡിക്റ്റായിട്ടുണ്ടോ എന്നതാണ്. നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കളോട് വൈകുന്നേരമായാൽ വായിക്കാനും എഴുതാനും ഓതാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും വായിക്കുകയോ ഓതുകയോ ചെയ്തിരുന്നത് പോലെ നമ്മുടെ ഉമ്മമാരിന്ന് ഓതുകയോ അല്ലെങ്കിൽ ദിക്ർ ചൊല്ലി സലാത്ത് ചൊല്ലി ഇരിക്കുന്നതോ നമുക്ക് കാണാൻ വളരെ പ്രയാസമായിരിക്കും. എല്ലാവരും കൈയൊന്ന് പൊന്തിക്കോ, ഒന്ന് കൈ വെക്കാം. ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്യണം കേട്ടോ. തള്ളവിരലൊന്ന് പൊക്കി പിടിക്കുക, ഒന്ന് തള്ളവിരൽ പൊക്കി പിടിക്കുക. അതൊന്നിങ്ങനെ കറക്കി വെച്ചിട്ട് നമ്മുടെ താടിയല്ലിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കും. ഇതങ്ങനെ കുത്തിപ്പിടിക്കും. ഇത് നേരത്തെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്തതൊന്ന് ശ്രദ്ധിച്ചു നോക്കോ. ഞാൻ കവിളിലാണ് വെച്ചിട്ടുള്ളത്, താടിയല്ലിലല്ല. നിങ്ങൾ എന്നെ കണ്ട് ചെയ്തു. ഞാൻ തള്ളവിരലാണ് പൊക്കാൻ പറഞ്ഞത്, ഞാൻ പൊക്കിയത് ചൂണ്ടുവിരലാണ്. ഭൂരിഭാഗം പേരും ചൂണ്ടുവിരലാണ് പൊക്കിയത്. അവിടെ കുറച്ച് ആളുകൾ തള്ളവിരൽ പൊക്കി, പക്ഷെ ഞാൻ ചെയ്തത് ചൂണ്ടുവിരലാണ്. അവരെന്നെ ഇങ്ങനെ നോക്കിയിട്ട് തെറ്റിപ്പോയോ, അവരിങ്ങനെ മെല്ലെ ഇങ്ങനെ പിടിച്ചിട്ട് ചൂണ്ടുവിരൽ തന്നെ പൊക്കിയ ആളുകളുണ്ട്. അപ്പോൾ വീട്ടിലും നമുക്ക് ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ മക്കളോട് എന്താ പറയണത്? വൈകുന്നേരം ആയാൽ ഓതാൻ പറയും, വായിക്കാൻ പറയും. പക്ഷെ നമ്മൾ ചെയ്യില്ല. നമ്മൾ
നമ്മുടെ മക്കൾക്ക് യഥാർത്ഥ മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ല രക്ഷിതാക്കളാകുന്നത്. നമ്മൾ അവരോട് പലതും ചെയ്യാൻ പറയുകയും അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മക്കൾ മാതൃക ആക്കുന്നത്. നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ മാതൃകയാക്കുന്നു. അപ്പോൾ ഏറ്റവും മികച്ച രക്ഷിതാവാകാൻ നമുക്ക് സാധിച്ചാൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു 14-15 വയസ്സ് വരെ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയാൽ പിന്നീട് നമുക്ക് അവരോട് നിർബന്ധിക്കാതെ തന്നെ അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങും. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ മലീമസമായ കുടുംബത്തിന് പേരുദോഷം വരുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പേരുദോഷം വരുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. കുടുംബം സ്വർഗമാണെങ്കിൽ സ്വർഗം തേടി അന്വേഷിക്കുന്ന കുട്ടികൾ പിന്നീട് ഉണ്ടാവില്ല. കുടുംബം സ്വർഗമല്ലെങ്കിലോ കുട്ടികൾ സ്വർഗം തേടി സന്തോഷം തേടി മറ്റിടങ്ങൾ തേടി നടക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അത് ഒരുപക്ഷെ പ്രേമത്തിന് പിന്നാലെയാകും, ഒരുപക്ഷെ ലഹരി വസ്തുക്കൾക്ക് പിന്നാലെയാകും, ഒരുപക്ഷെ അനാശാസ്യങ്ങൾക്ക് പിന്നാലെയാകും. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ആദ്യം നാം നൽകേണ്ടത് കുടുംബത്തിൽ സന്തോഷമാണ്. കുടുംബം സ്വർഗമാക്കണം എങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ കുടുംബത്തിൽ സന്തോഷമുള്ള, സ്നേഹമുള്ള, നല്ലവരായ, മാതാപിതാക്കളെ അനുസരിക്കുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന മക്കളാക്കി വളർത്താൻ സാധിക്കും. അങ്ങനെ വളർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച്, അങ്ങനെ പടച്ചവൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്കിവിടെ 2 പ്രോഗ്രാമുകൾ കൂടിയുണ്ട്. നേരത്തെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു വിദ്യാർത്ഥി ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയുണ്ട്, സബ ഫാത്തിമ. ആ വിദ്യാർത്ഥിയുടെ ഒരു ഗാനം ഇവിടെ ആലപിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ കാരണവരായ ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പിരിഞ്ഞു പോകാവൂ. ഒഴിഞ്ഞ കസേരകൾക്ക് മുമ്പിൽ നിന്ന് പാട്ട് പാടുന്ന ഒരവസരം ഉണ്ടാവരുത്. ഈ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന തുച്ഛം വേദികളാണ്. അപ്പോൾ നമ്മൾ അവർക്ക് മാക്സിമം പ്രോത്സാഹനം കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം പിരിച്ചുവിട്ടതിന് ശേഷമേ നിങ്ങൾ പോകാവൂ എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഒരു സംഗമം ഉണ്ടാവട്ടെ. അതിലെല്ലാം നമുക്കെല്ലാവർക്കും വീണ്ടും ഒരുമിച്ച് കൂടാനും പരിചയം പുതുക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കപ്പൽ പായുഷർത്തീരാ പകൽകളൂടി എത്തിടെ ഷഹർ മുഖല്ല ബസ്തി തന്നിൽ കൂടി കേറുകുത്തുസേത്തി ബന്ദി ത്വാഹ തങ്ങളണ്ടി കീലതായ തല തുണ്ടായിരു നാര്യണ്ടി ബാറുകൾ തരീത്ത് ബീന്തർ ചേരമാനുള്ളി എണ്ട് ചെമ്പിന്ത ഫുവാസം ഏറ്റണേ ഫോൾ ചേർന്തി ചീർക്കിട ചക്കോൽ മലർച്ചിൻ ദാമരഫാദത്തിൽ ചെമ്മതി കിരീക്കിടം ഏടൂത്ത സീറൈ താഴ്ത്തി வாழ்த்தி பணிந்த தீ புகழ் போத்தி பெருமாள் சிரசில தங்கம் கொடுபுங்கும் கடல் தங்கள் கரமாள் தசுகவே வாழ்த்தி தல நீர்த்தி தன்னை வார்த்தா புதுமாள் சகலமே பாதி தவர் சோதி தன்னிலோதி பிரியமாள் സഭയിലെ ഫുല്ലികൾ അറബികൾ നല്ലവർ സുഹാബുകൾ പലരും ഒരുമേൽ ബലിമഹലറിലെ നിലവിലധിപതി കലിമ മൊളികവേ പൊലിവ് കടൽ പടിയലകൾ മുളികവേ സ്വർഗം കൊണ്ട് മുസ്തഫാഭിഷ്കം ദുആ മുളികവേ ഹഖൻ തന്നിൽ മുത്തിയവർക്കായി ആനവർക്കും നാദരഫേർ വെത്ത് താജുദീന ആയതിൻ പിൻ തങ്ങൾ കൂടെ പോയവർ മദീന താനമിൽ ഫുറുത്ത് മാലി കുൽ ഹബീബ് ദീനാർ
തൻ്റെ ജാമീജാദരൂഫി നാം റജിയത്താനാം മാനരി മണം മുടിത്തി മംഗളം കശീർത്തി മാഹിർ നബിയിലൊരു നാളവർ ഉരത്തി ഊനമിൻ കഥാച്ചിലൻഹ സിറ്റിരുന്നാറിയണ്ടി ഊക്കർ മോജിസാത്ത് വേലെ ഹസ്തമാർ തൂർത്തുണ്ടേ തൂർത്താ കല തീർത്തിട്ടുടശോർത്തി തുളകൾ ഇരടിലും സ്വർഗത്തിനിലാർക്കാത്തിനായി കൂർത്ത് ചെവിയുൾ കടുകവെ ഒറ്റ പുറം പൊത്തി പിടിഫിത്ത തരുകൾ ഒരു കൊല്ല ഇതിലനവധിയധികം കൊതിയനും മതിയ തെളി മുഹമ്മദ് ഫിരിഷമൽ മദനി തനിയവർ ചിതറും ഒരു കുല്ലം പദവിയോട് പൊറുതതിൽ ഫിറൈ ത്വാഹനബിൻ്റെ ഹിജ്റ ത്വാഹദൻ്റെ താരുൾ മാഹിയർ തൻ്റെ തിരുവരുൾ കൊണ്ടേ എരികപ്പൽ പായുചർത്തീരാ പകൽകളോടി എത്തിടെ ഷഹർ മുഖല്ല ബസ്തി തന്നിൽ കൂടി. പോകുന്ന സമയത്ത് കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ അവിടെ മെയിൻ ഗേറ്റിനടുത്ത് അവിടെ നമ്മുടെ കലണ്ടർ റെഡി ആയിട്ടുണ്ട്, അത് വാങ്ങണമെന്ന് അറിയിക്കുന്നു. നന്ദി അറിയിക്കുന്നതിന് വേണ്ടി സാബിത്തിനെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ മഹാസംഗമത്തിൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു സംഗമം ഒരുക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിച്ചത്. എനിക്ക് ഈ പ്രോഗ്രാമിൽ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മറ്റു പല കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സംഗമത്തിൽ നമുക്ക് എല്ലാവർക്കും ഇതിലേറെ കരുത്തോടെ ഊർജത്തോടെ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.